എൽസിയു ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് ഒരു കാലത്ത് കൃത്യമായി പറഞ്ഞാൽ ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് സൗത്ത് ഇന്ത്യയിലെന്നല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ആയിരുന്നു ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ്. ഇന്നും ആരാധകർക്കിടയിൽ അങ്ങനെ ഒരു നിലനിൽപ്പുണ്ടെങ്കിൽ കൂടി അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ലോക്കി അണ്ണൻ എന്താണെന്നോ ഒന്നും തന്നെ ഇന്നേ വരെ ഒരു പിടുത്തമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലോക്കി അണ്ണനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ DC എന്ന് പറയുന്ന സിനിമ ചിത്രത്തിൽ ട്രെയിലർ വന്നു, BGM ഒക്കെ ഒരു രക്ഷയുമില്ലാതെ അതിനൊരു ഒരുക്കി വെച്ചിട്ടുണ്ട്. അല്ലു അർജുൻ്റെ നെക്സ്റ്റ് പടം ലോക്കിയാണ് സംവിധാനം ചെയ്യാൻ പോകുന്നത്. അതൊക്കെ ഇനി LCUവിലാണോ അല്ലേന്ന് അതൊക്കെ വേറെ കാര്യം, അതൊക്കെ പിന്നീടുള്ള കാര്യം. അതെന്ത് സംഭവിക്കും, അത് എന്ന് സംഭവിക്കുമെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലു അർജുനെ പറ്റി ഇപ്പോൾ പറയാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഭേദം. കഴിഞ്ഞൊരു 2020 തൊട്ട് ഇതുവരെ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു 3-4 പടം, അതൊക്കെ തന്നെ 3 പടമൊക്കെയാണ് റിലീസായത്. ഇനിയിപ്പോൾ A22 എൻ്റെ ഒരു രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ 2027 എന്തായാലും ആവും. അത് കഴിഞ്ഞ ശേഷം A23 ഇപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങിയൊക്കെ റിലീസാണ്. എന്തായാലും ഒരു 2029 ആ റേഞ്ചിൽ എന്തായാലും എത്തും. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം കൈദി 2 എടുക്കാൻ ലോകി പോകുമെന്ന് പറയുന്നു. കൈദി 2 ഇപ്പോൾ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു 2030 റേഞ്ചിലേക്കുമ്പോൾ LCUവിൻ്റെ അടുത്ത പടം പ്രതീക്ഷിച്ചാൽ മതി എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്. അപ്പോൾ LCU തുടങ്ങുന്നത് തന്നെ കൈദി 2019 കൈദി 2019 ഒരു രക്ഷയുമില്ലാത്ത ദില്ലിയൊക്കെ അടിച്ച് തിമിർത്ത പടം. പിന്നെ വിക്രം, ലാസ്റ്റ് റോളക്സിൻ്റെ ക്യാമിയോ, പിന്നെ ലിയോ. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഒരു മിക്സ്ഡ് റിവ്യൂവിൽ അങ്ങനെ പോയി, എന്നാലും കൊള്ളാം, പടം മൊത്തത്തിൽ അങ്ങോട്ട് സെറ്റായി. പിന്നീട് വന്ന കൂലി എന്ന് പറയുന്ന ചിത്രം, രജനീകാന്തിനോട് ഒപ്പം എടുത്ത പടം. ആ പടത്തിലാണ് ലോക്കിയാണെങ്കിൽ പാച്ച് തന്നെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ ശേഷം പിന്നെ ലോക്കിയുടെ ആ ഒരു ഗ്രാഫ് തന്നെ അങ്ങ് താഴേക്ക് വരുന്നൊരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞ ശേഷം കൈദി 2 എടുക്കാൻ പോയില്ല, പോട്ടെ. A23 അതൊക്കെ ഇനി എന്ന് വരും ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ 10 കൊല്ലത്തിലും 4 പടം ചെയ്യുന്ന അല്ലു അർജുൻ്റെ കൂടെയൊക്കെയാണ് പടത്തിന് പോകുന്നത്. ഇതിന് മുന്നേ പറഞ്ഞ് വെച്ച് നോക്കുകയാണെങ്കിൽ ശേഷം എന്തോ 10 വർഷത്തെ സ്ക്രിപ്റ്റ് എന്തോ അങ്ങേരുടെ കയ്യിലുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. എന്ത് 10 വർഷത്തെ സ്ക്രിപ്റ്റ്? ആ ലിയോയിലേക്ക് LCU റെഫറൻസ് കുത്തി കയറ്റിയത് കണ്ടാൽ തന്നെ അറിയാം. അതൊക്കെ ഷൂട്ടിങ്ങിൻ്റെ തലേന്ന് അങ്ങോട്ടോ ആരോ ഫോഴ്സ്ഡ് ആക്കിയ പോലെ ഒരു സംഭവമായിട്ട് തോന്നി. കാരണം 10 വർഷം കൊണ്ട് ഇപ്പോൾ മൂപ്പര് അതാണോ എഴുതി വെച്ചത്? അതൊക്കെയാണ് LCUയുടെ ഒരു ഇത് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ വരാൻ സാധ്യതയുള്ളൊരു പടങ്ങൾ എന്ന് പറയുന്നത് ബെൻസ് LCUവിലാണെന്ന് പറഞ്ഞ് വരുന്നുണ്ട്. മറ്റേ നിവിൻ പോളി, രാഘവ ലോറൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പടം എന്നാണ് റിലീസ് എത്തുകയെന്നൊന്നും ഇന്നെ വരാൻ ഒരു പിടിയുമില്ല. അതൊക്കെ എന്നെത്തുന്നത് അറിയില്ല. അത് കഴിഞ്ഞ ശേഷം പിന്നെ വരാൻ ചാൻസ് ഉള്ളത് കൈദി 2 ആണ് നെക്സ്റ്റ് LCU പടം എന്നാണ് ലോകേഷ് പറഞ്ഞത്. അപ്പോൾ വരുമായിരിക്കും എന്നാണെന്നൊന്നും നോ ഐഡിയ. അത് കഴിഞ്ഞ ശേഷം വിക്രം 2 അല്ല, വിക്രം 2 മുമ്പ് റോളക്സിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് പടം. അതാണ് സൂര്യ ഫാൻസ് എന്നൊക്കെ പറഞ്ഞാൽ അത് എന്താ പറയുക, കണ്ണിലെണ്ണ വെച്ച് കാത്തിരിക്കുന്ന പോലെയാണ്. കാരണം സൂര്യക്ക് എന്നൊക്കെ പറഞ്ഞാൽ കറുപ്പിലൂടെ ഇപ്പോൾ കമ്പാക്ക് കിട്ടിയെങ്കിൽ കൂടി അത്രക്കും കൂടി ഇതായില്ല. ഇനിയിപ്പോൾ സൂര്യയുടെ വരുന്നതിൽ ഏറ്റവും വലിയൊരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഓഫ് കോഴ്സ് അത് റോളക്സിൻ്റെ സ്റ്റാൻഡേർഡ് പടം തന്നെയായിരിക്കും 100%. അപ്പോൾ റോളക്സിൻ്റെ സ്റ്റാൻഡേർഡ് പടമൊക്കെ ഇനി എന്നാണെന്നൊന്നും അറിയില്ല. ലോകേഷ് വേറെ വൈക്ക്, സൂര്യ വേറെ വൈക്ക്. ഇനി അതൊക്കെ എന്ന് സംഭവിക്കും എന്നൊക്കെ കണ്ട് തന്നെ അറിയേണ്ടി വരും. പിന്നെ ലിയോയുടെ രണ്ടാം ഭാഗം പിന്നെ വിജയുടെ കാര്യമൊക്കെ അറിയാലോ. അപ്പോൾ അതും വലിയൊരു പ്രതീക്ഷയൊന്നും ഇല്ല. അതൊക്കെ എന്ന് സംഭവിക്കുമെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ലിയോയുടെ ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൈദി 2-ലോ റോളക്സിൻ്റെ പടത്തിലോ വിക്രം 2-ലൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ കാണിച്ചുകൊണ്ട് അങ്ങ് പൂട്ടുമായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ റിലീസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു 4 പടം ഇപ്പോൾ ബെൻസ് പറയുന്നുണ്ട്. പിന്നെ കൈദി 2, റോളക്സ്, വിക്രം 2 അതൊക്കെയാണ് എൻഡ് ഗെയിം എന്നൊക്കെ തള്ളി മറിച്ചാണ് ആദ്യം ലോകേഷ് വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ സംഭവിച്ച് ഇനിയൊരു 10 വർഷം ഇപ്പോൾ അതിനായിട്ട് നിൽക്കേണ്ടി വരുമെന്നാണ് ഒരു പ്രതീക്ഷ. 10 വർഷം എന്ന് പറയുമ്പോൾ 2036 LCU പൂട്ടും. എന്താണെന്ന് ഒരു ഇതില്ല. ഇനിയിപ്പോൾ ആരൊക്കെ ഇതിക്ക് വരുന്നുണ്ടോ, ആരൊക്കെ ഇറങ്ങുന്നുണ്ടോ ഒന്നും ഒരു ക്ലാരിഫൈ ഇല്ലാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ LCUവിനെ പറ്റി ലോകേഷിന് തന്നെ ഒരു പിടുത്തമില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ DC പോയി. DC എന്ന് പറഞ്ഞ ചിത്രം ട്രെയിലറൊക്കെ ഇറങ്ങി, ഗംഭീരമാണ്. മ്യൂസിക്കൊക്കെ ഒരു രക്ഷയുമില്ല, ഒക്കെ വന്നിട്ടുണ്ട്. മൂപ്പരെങ്ങാനും സിനിമയിലോട്ട് പോവുമോ, ആക്ടറായി പോവുമോ, അതൊക്കെ ഒരു ഇതാണ്. ലോകേഷാണ് ഒന്നും കിട്ടിയാൽ പിന്നെ പഴയതൊന്നുമില്ല, അങ്ങോട്ട് കയറി പോവാണ് മൂപ്പര്, എങ്ങോട്ടോ കയറി പോവാണ്. മുമ്പ് പറഞ്ഞൊന്നുമില്ല, ഒക്കെ എന്തൊക്കെ ഇൻ്റർവ്യൂവിലൊന്നും തള്ളി മറിക്കുന്നു എന്നല്ലാതെ ഒന്നും നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ല. നമ്മളതാണ് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, വിക്രം 2 ഒക്കെ ഇനി 10 കൊല്ലം കഴിഞ്ഞെടുക്കുകയാണെങ്കിൽ കമൽഹാസനൊക്കെ നിലവിലെ പ്രായം അറിയാം എല്ലാവർക്കും. 10, 25, 22 വയസ്സായി. ഇനിയൊക്കെ എന്താണ് ലോകേഷ് അറിയില്ല. ഇപ്പോൾ ദില്ലിയുടെ മകളെ അഭിനയിച്ച ആക്ട്രസ് തന്നെ ഇപ്പോൾ എന്തോ വളർന്ന് വലിയ എന്തോ ആയിപ്പോയി.
ഇപ്പം അതൊക്കെ എന്താണ് ലോകേഷ് കാട്ടാൻ ഉദ്ദേശിക്കുന്നതെന്നും അറിയില്ല. ഇനിയിപ്പോൾ LCU മൂപ്പർക്ക് എടുക്കാൻ ഉദ്ദേശമില്ല, അതും അറിയില്ല, ഒന്നും അറിയില്ല, ഒന്നും അറിയാത്ത അവസ്ഥയാണ്. എന്തായാലും LCU വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും അല്ലു അർജുൻ്റെ ആ ഒരു 23ാമത്തെ ചിത്രം A23 ഒരു 2030 പ്രതീക്ഷിച്ചാൽ മതിയാകുമെന്നാണ് എൻ്റെ ഒരു ധാരണ. അല്ലു അർജുൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് പറയുന്നത്. പേഴ്സണലി ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിന് വേണ്ടി കാത്തിരിക്കുന്ന 2 ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ലിയോ 2, ഓഫ് കോഴ്സ് റോളക്സ് എന്ന ചിത്രങ്ങളൊക്കെ തന്നെയാണ്. ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും അങ്ങനെ ആവാനാണ് ഒരു ഇത്. ഇപ്പം ലിയോ 2 സംഭവിക്കുമോ ഇല്ലയെന്നറിയില്ല. റോളക്സ് ഒക്കെ എന്തായാലും സംഭവിക്കും. പക്ഷെ അതൊക്കെ എന്ത് കാലത്താണ് മൂപ്പർ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. അത്ര മാത്രമേ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയൂ. അപ്പോൾ എന്തായാലും LCU വരുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം.